കാര്യം ഒരു സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഒരു മുനിസിപ്പൽ കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് വിധി പ്രസ്താവിച്ചതിന് ശേഷം പറയുകയാണ് ഇവൻ സുപ്രീം കോടതിയിൽ പോലും പണി മേടിക്കുമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ ശരീരം മുഴുവൻ ആസകളെ തളർന്നു പോയി. കാര്യം ആ വക്കീലും മജിസ്ട്രേറ്റും തമ്മിൽ നല്ല സ്നേഹബന്ധമുള്ളതാണ്. അപ്പോൾ അവർ സുഹൃത്ത് മുറക്ക് പറഞ്ഞതാണ് ഇവനെ ഇങ്ങനെ 33 സാക്ഷികളെ വെച്ചിരിക്കുക, അതിനെതിരേക്ക് അത്രയും കേസും വരികയാണ്, ഇവൻ സുപ്രീം കോടതിയിൽ പോലും പണി മേടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ട്. പ്രതി കേട്ടെന്ന്. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി ചെയ്തെന്ന്. എന്താണ്, എൻ്റെ വക്കീലെ മാറ്റിയിട്ട് ഞാൻ വേറെ വക്കീലിനെ വെച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അമ്മയെ വക്കീലായിട്ട് വെച്ചു. പിന്നെ അവൻ പോയി കോടതി നിൽക്കുന്ന രസമുണ്ട് കാണാൻ. അമ്മ വക്കീലിനോട് ചോദിക്കുമ്പോൾ അമ്മ വക്കീലാകുമ്പോൾ എന്താ ചോദിക്കണത്? ജഡ്ജിയോട് ജഡ്ജിയുടെ അന്തരംഗങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കണത് ആരാണ്? അമ്മയാണ്. പിന്നെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചു. അടുത്ത കേസ് വന്നപ്പോൾ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പ്രതിഭാഗം വക്കീലിന് രേഖ വെക്കാൻ അറിയാൻ പാടില്ല വന്ന് പപ്പടിച്ച്. അപ്പോൾ കേസ് സ്റ്റോപ്പ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിധിയായി, എന്നെ വെറുതെ വിട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ കാശുര്യം വെച്ചുകൊണ്ട് നിൽക്കരുതെന്ന്, ഉടമ്പടി കാശുര്യം വെച്ചുകൊണ്ട് കൂട്ടി നിൽക്കണമെന്ന് അവർ പറയുമ്പോഴേ 12 കൊല്ലം ശിക്ഷ മേടിക്കാനുള്ള കാര്യമാണ്. അപ്പം ഞാൻ അമ്മയോട് പറയാം, അമ്മയെ 12 കൊല്ലം ശിക്ഷ മേടിക്കാനുള്ള വിഷയമൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഇവൻ പോയി പഴയതുപോലെയൊക്കെ ജീവിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ജീവിക്കത്തില്ല. എന്താ കാര്യം? അമ്മയുടെ കൃപയുണ്ടാകും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. എന്താണ്? ദൈവമേ, എനിക്കൊരു ചാൻസ് താ, എനിക്കൊരവസരം താ. ഞാൻ ദൈവത്തെ അറിഞ്ഞ മകനായി ഇപ്പം ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്, കടത്തിൽ, രോഗത്തിൽ ഞാൻ അകപ്പെട്ടു. അപ്പോൾ അമ്മയെ ദൈവത്തോട് നീ പറയണം, ദൈവമേ എനിക്കൊരു അവസരം താ. ഇപ്പം നമ്മൾക്കെല്ലാം വേണ്ടി ആരാധന ജീവനോട് ജീവകാരനോട് ഇടിയിരിക്കുമ്പോൾ ഈശോൻ്റെ അമ്മ എന്താ പറയണത്? അമ്മയെ ഈശോ കുറേ മക്കൾ വന്നിട്ടുണ്ട്. അവർ വളരെയേറെ അവിടെ ശരീരവും ഹൃദയമൊക്കെ ഇങ്ങനെ ഉഴുതു മറിച്ചതുപോലെ ഉറക്കം പോലും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പഴയ കാലങ്ങളൊന്നും നീ തിരിഞ്ഞു നോക്കരുത്, പക്ഷേ നീ എന്നെ നോക്കിയാൽ മതി. അവരുടെ കാര്യങ്ങളിലേക്ക് നോക്കരുത്. അവർക്ക് നീ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവർ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കും. നിങ്ങൾ അങ്ങനെ ദൈവത്തോട് പറഞ്ഞ്, പരിശുദ്ധ അമ്മ വഴി പറഞ്ഞ്, അമ്മേ പരിശുദ്ധ അമ്മേ, ശ്രദ്ധ പറ, അമ്മയെ പരിശുദ്ധ അമ്മേ, പല വിഷയങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും പെട്ടുപോയിരിക്കുന്നു. ഞങ്ങൾക്കൊരടി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, സഹായിക്കാൻ ആളുമില്ല. ആരെല്ലാം സഹായിച്ചാലും ഒന്നും ഒക്കാത്ത അവസ്ഥയിൽ ഞാൻ മുങ്ങിപ്പോയിരിക്കുകയാണ്. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എനിക്കൊരവസരം തന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ, ഞാൻ സൗഖ്യപ്പെട്ടാൽ, എൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. ഇത് പ്രതിജ്ഞ. ഹല്ലേലൂയ.